കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയ്യോബിനെ തകർക്കുവാൻ അല്ലെങ്കിൽ ഇയ്യോബിനെ ശോധന ചെയ്യുവാൻ പിശാച് ദൈവസന്നിധിയിൽ പോയിട്ട് ഇയ്യോബിൻ്റെ ചുറ്റിലും വെളിപ്പെട്ട ദൈവിക പ്രൊട്ടക്ഷനെ, ദൈവിക സംരക്ഷണത്തെ, ദൈവിക കരുതലിനെ എടുത്തു പറയുന്ന ഒരു വാചകമായിട്ടാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇയ്യോബ് എന്ന ദൈവമനുഷ്യന്റെ പ്രത്യേകത യഹോവ സാത്താനോട് പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് യഹോവ തന്നെ പിശാചിനോട് പറയുമ്പോൾ പിശാച് പറയുന്ന ഒരു മറുപടിയാണ്. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു, നീ അവന് ചുറ്റും അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചു. അപ്പൊ ഇതുകൊണ്ടാണ് അവൻ ദൈവഭക്തനായിരിക്കുന്നത് എന്നാണ് പിശാച് ഉന്നയിച്ച വാദം. എന്തുവാ? അവന് നന്മയുണ്ടായിരുന്നത് കൊണ്ട്, അവന് ചുറ്റും അവൻ്റെ വീട്, അവൻ്റെ സമ്പത്തിന് ചുറ്റും ദൈവം വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അവൻ അല്ലെങ്കിൽ ദൈവഭക്തനായിരിക്കുന്നു എന്നാണ് പിശാച് ഉന്നയിച്ച വാദം. അതിന് വേണ്ടി ദൈവം പെർമിറ്റ് ചെയ്യായിരുന്നു, അല്ലെ? ഇവന്റെ പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് അവന്റെ എല്ലാ സമ്പത്ത് നഷ്ടപ്പെടുന്നു. സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴും അവന്റെ ദൈവഭക്തിയെ അവൻ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അവന്റെ ശരീരത്തിൽ ക്ലേശം വന്നു, രോഗത്താൽ അവൻ ഭാരപ്പെട്ടു. ദൈവശാസ്ത്ര ലോകം അല്ലെങ്കിൽ ബൈബിൾ ചരിത്രം പറയുന്നത് ഏകദേശം 18 വർഷത്തോളം ഇയ്യോബ് രോഗബാധിതനായി കടന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ കിടന്നിട്ടും ഇയ്യോബ് എന്ത് ചെയ്തില്ല? ഭക്തിയെ വിട്ടുകളഞ്ഞില്ല. ഭാര്യ പോലും പറയുന്നുണ്ട്, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറയുമ്പോൾ പോലും ഇയ്യോബ് അത് അനുസരിക്കുന്നില്ല. ഇയ്യോബ് കേൾക്കാതെ ഇയ്യോബ് പറയുന്ന ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ദൈവം എനിക്ക് നന്മ തന്നു, തിന്മയും നമ്മൾ അനുഭവിക്കരുതോ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ചെയ്തത്. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇയ്യോബ്. പിശാച് ഉന്നയിച്ച വാദങ്ങൾ പരാജയപ്പെടത്തക്ക രീതിയിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നിട്ടും അതിന്റെ മുമ്പിൽ അവൻ വിട്ടുകൊടുക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമനുഷ്യനായ ഇയ്യോബിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ചിന്ത ഞാൻ കൈമാറുകയാണ്. ദൈവം അവന് വേലി ചുറ്റി, ദൈവം അവനെ കാവൽ നിന്നൊക്കെ ശരിയാണ്. അതുകൊണ്ടല്ല അവൻ ദൈവഭക്തനായത്. അവൻ തകർന്നിട്ടും, അവൻ ഉടഞ്ഞിട്ടും, അവൻ നശിച്ചിട്ടും, അവൻ രോഗബാധിതനായിട്ടും, സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടും, മക്കൾ നഷ്ടപ്പെട്ടിട്ടും ഒന്നും അവൻ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു നിൽപ്പാൻ ഇയ്യോബിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസ ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. നമ്മളെപ്പോഴും നന്മകളിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്, എന്നാൽ ഇല്ലായ്മകളിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാറില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളതിൽ നിന്ന് മാത്രമല്ല, ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ധനകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.